ഞാൻ രശ്മി. ഞാൻ പറയുന്നത് ഒരു കഥയല്ല, ഒരു ഡോക്ടറുടെ ഡയറിക്കുറിപ്പ്. തിങ്കളാഴ്ച നടക്കുന്ന മാസാന്ത്യ കോൺഫറൻസിനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. പുറത്ത് ഒരു കാർ വന്നു നിന്നു. മാന്യമായി വേഷം ധരിച്ച ഒരാൾ ഇറങ്ങി വന്നു. ഏകദേശം 50 വയസ്സ് തോന്നിക്കും. കയ്യിലൊരു ചെറിയ ഫയലും. കണ്ടപ്പോഴും മനസ്സിലായി, അറ്റസ്റ്റ് ചെയ്യിക്കാനുള്ള വരവാണ്. മര്യാദയോടെ അനുവാദം ചോദിച്ച മുറിയിൽ കയറി മുമ്പിലെ കസേരയിലിരുന്നു. ആമുഖമായി പറഞ്ഞു, ഇന്ന് അവധിയായതുകൊണ്ട് ഡോക്ടർ ഉണ്ടാവുമോ എന്ന് ഞാൻ സംശയിച്ചു. തിരക്കിനിടയിൽ കയറി വന്നതിലുള്ള നീരസം ഉണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ 2 സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഒറിജിനലും കോപ്പിയും എടുക്കൂ എന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഫയലിൽ നിന്ന് എടുത്തു തരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റാണ്. മക്കൾക്ക് എന്തു പറ്റി? ചോദിക്കാനൊരു മടി. സർട്ടിഫിക്കറ്റ് നോക്കി, 2 ആൺകുട്ടികളുടെ മരണ സർട്ടിഫിക്കറ്റാണ്. 2 പേരുടെയും ജനനത്തീയതി ഒന്ന് തന്നെ, 2001. പക്ഷേ മരിച്ച തീയതികളിൽ വ്യത്യാസമുണ്ട്. ഒരാൾ 2013, മറ്റേയാൾ 2015. അതും വെറും 2 മാസം മുമ്പ്. അപ്പോഴും ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. 2 മക്കളെ നഷ്ടപ്പെട്ട ഒരച്ഛനാണ് മുന്നിലിരിക്കുന്നത്. ആ മരണങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനിടയിൽ ചോദിക്കാതെ തന്നെ അദ്ദേഹം ചിലതൊക്കെ പറഞ്ഞു. എൻ്റെ ഓഫീസിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം അകലെയാണ് വീട്. പേര് രാമചന്ദ്രൻ. പറഞ്ഞു വന്നപ്പോൾ എൻ്റെ പിതാവിനെ അറിയാം. എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തെ പണ്ട് മങ്കട LPS സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീടുള്ള സംഭാഷണത്തിൽ ആ പരിചയം കൊണ്ടുള്ള അടുപ്പം തോന്നിയത് കൊണ്ടാവാം അദ്ദേഹം കഥ ചുരുക്കി പറഞ്ഞു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മികച്ച നിലയിൽ എഞ്ചിനീയറിംഗ് പാസ്സായി കുറച്ചു കാലം കേരളത്തിൽ ജോലി ചെയ്തു. പിന്നെ അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ ഒരു നല്ല ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞു. ഭാര്യ ഗൾഫിൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. ആദ്യം ഒരു മോളുണ്ടായി. മോള് സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് മക്കളുണ്ടാവുന്നത്. അതും 6 വർഷത്തിന് ശേഷം. അത് ഇരട്ട കുട്ടികളായിരുന്നു, 2 ആൺകുട്ടികൾ. പക്ഷെ ജന്മന 2 പേരും മാനസിക വളർച്ച ഇല്ലാത്തവരായിരുന്നു. ഏകദേശം 0 എന്ന് തന്നെ പറയാം. ഒരാൾക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ കഴിയും, മറ്റേ ആൾക്ക് അതുപോലും പറ്റില്ല. ബെഡിൽ ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ പോലും വേണം പരസഹായം. 2 പേർക്കും സംസാരിക്കാനും കഴിയില്ല. ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രം. മക്കളെ നോക്കാനായി 2 പേരും ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ കുറച്ച് കൃഷിയിടങ്ങളുണ്ട്, പിന്നെ കെട്ടിടങ്ങളുടെ വാടക. അതൊക്കെ മതിയെന്ന് വെച്ചു. മകളെ നാട്ടിലെ സ്കൂളിൽ ചേർത്തു. മക്കളുടെ കൂടെ അവരുടെ അടുത്തു നിന്ന് മാറാതെ ആ അച്ഛനും അമ്മയും ശുശ്രൂഷിച്ചു. എന്നിട്ടും 13-ാം വയസ്സിൽ ഒരു മകൻ യാത്രയായി. 2 വർഷത്തിന് ശേഷം കിടപ്പിലായിരുന്ന മകനും പോയി. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തിരിച്ചു കൊടുത്തു. അത് തിരിച്ച് ഫയലിനുള്ളിൽ വെക്കുന്ന നേരത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഡോക്ടർക്ക് അറിയോ ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച നിമിഷം ഏതാണെന്ന്? ഞാൻ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ എഞ്ചിനീയറിംഗ് മികച്ച നിലയിൽ പാസ്സായപ്പോഴോ നല്ല ജോലി കിട്ടിയപ്പോഴോ എനിക്കൊരു മോൾ ഉണ്ടായപ്പോഴോ അല്ല. പിന്നെ? ഞാൻ ചോദ്യഭാവത്തിൽ നോക്കി. എൻ്റെ ബെഡ്രിഡനായ മകൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ശബ്ദം എനിക്ക് എന്തിനു വേണ്ടിയായിരുന്നു തിരിച്ചറിയില്ലായിരുന്നു. അവന് 10 വയസ്സ് പ്രായമായപ്പോഴാണ് അത് അവന് മൂത്രമൊഴിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ നിമിഷമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടർന്നു, എനിക്കൊരു സങ്കടവുമില്ല ഡോക്ടറെ. ദൈവം ലോകത്തെ ഏറ്റവും ക്ഷമയും സ്നേഹവുമുള്ള മാതാപിതാക്കൾക്കാണ് ഇത്തരം കുഞ്ഞുങ്ങളെ നൽകുന്നത്. എന്നാലും എൻ്റെ പൊന്നുമക്കളെ ഇത്രയും കാലം വളർത്താൻ ദൈവം ഞങ്ങളെയാണല്ലോ തിരഞ്ഞെടുത്തത്. എനിക്കത് മതി. ആ മനുഷ്യൻ എൻ്റെ മനസ്സിൽ ആകാശത്തോളം വലുതായി. ഞാൻ കടുകുമണിയോളം ചെറുതായ പോലെ തോന്നി. ഒരു കുഴപ്പവുമില്ലാത്ത 2 മക്കളെ കിട്ടിയിട്ടും മക്കൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന, ടെൻഷൻ അടിക്കുന്ന ഞാനെവിടെ? മകൻ്റെ ഒരു ചെറു ശബ്ദം തിരിച്ചറിഞ്ഞതിൽ സന്തോഷവും ജീവിത സാഫല്യവും കണ്ടെത്തിയ ഈ മനുഷ്യൻ എവിടെ? മക്കളുടെ ചെറിയ കുറവുകളിൽ എല്ലാം നഷ്ടപ്പെട്ട് വിലപിക്കുന്ന മാതാപിതാക്കൾ എവിടെ? എല്ലാ കുറവുകളുമുള്ള മക്കളായിട്ടും അവരെ എല്ലാം തികഞ്ഞവരായി കണ്ട് ശുശ്രൂഷിച്ച ഇവരെവിടെ? മനസ്സുകൊണ്ട് ഞാൻ നമസ്കരിച്ചു. ഇനി എത്ര കടലുകൾ നീന്തിയാലാണ് എൻ്റെ മനസ്സും ഇതുപോലെ ഒരു ശാന്തി തീരത്തെത്തുക? പോകാൻ നേരത്തെ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, അയ്യോ സോറി ഡോക്ടർ, ഫീസ് എത്രയാണ്? ഞാൻ ഒന്നും വേണ്ട എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അല്ലെങ്കിലും വലിയൊരു ജീവിത സത്യം
സ്വന്തം ജീവിതം കൊണ്ട് എന്നെ പഠിപ്പിച്ച ഈ മനുഷ്യന് ഞാൻ എത്ര ഫീസാണ് കൊടുത്താൽ മതിയാവുക? മുഖത്ത് സങ്കടത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ നടന്നു പോകുന്ന ആ മനുഷ്യനെ നോക്കി നിന്നപ്പോൾ കാഴ്ച മങ്ങുന്നത് പോലെ തോന്നി. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. താങ്ക് യു. ഇതൊരു ഡോക്ടറുടെ ഡയറി കുറിപ്പ്. ഇന്ന് എനിക്ക് കിട്ടിയ മെസ്സേജുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു.